മോളെന്തേ കട്ട് ചെയ്യട്ടെ. മോളേതാ? ആ മോളെ. എല്ലാരും കേറിക്കോ. ഒരു സെക്കൻഡ്. മോളോടി അങ്ങോട്ട് നിന്നോ. അവിടെ നിൽക്കെ ഇവരോടി അങ്ങോട്ട് നിൽക്കട്ടെ. മോളോടി അപ്പുറം നിൽക്കട്ടെ. ഓക്കെ. അത് പിടിച്ച് നിൽക്കണ്ട, അത് നമുക്ക് ഉദ്ഘാടനം എടുക്കട്ടെ. ഇപ്പൊ കൊടുക്കുന്നുണ്ട്, ഇതോടി വരും. ഇല്ല, പിന്നെ പറയുള്ളൂ. സ്റ്റോളെല്ലാം മാറ്റി സാറിനോട് കിട്ടിയാ പ്രിയരെ, നമ്മുടെ ആൻ ബയോ ലാബ് എന്ന സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രിയപ്പെട്ട നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉദ്ഘാടന വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജൂബിലി ചാക്കോയെ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ രാജു ജോസഫിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരമായ മാഷിനെ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വ്യാപാര വ്യവസായിൻ്റെ ആളായ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജു ജോസഫിനെ ക്ഷണിക്കുന്നു. ഏറെ സ്വാഗത പ്രസംഗം ഏറെ ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ഓണർ കൂടിയായ കുട്ട ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ ബഹുമാന്യ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായ ജൂബിലി ചാക്കോ, അതുപോലെ തന്നെ നമ്മുടെ പേരാവൂർ ഹൈസ്കൂളിലെ ഏറെ പ്രിയങ്കരനായ മാസ്റ്റർ ജോർജ് സാറ്, അതുപോലെ വ്യാപാരി വ്യവസായിൻ്റെ ഈ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്ന മുസ്തഫക്ക, മറ്റ് നാട്ടുകാരെ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ കാഞ്ഞിര പുഴ ഭാഗത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്, ആൻ ബയോ ലാബ്. നമ്മുടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാവരും തന്നെ പല അസുഖബാധിതരാണ്. അപ്പോൾ നമ്മൾക്ക് രക്തം പരിശോധിക്കാനും മറ്റു പരിശോധനകളൊക്കെ നടത്തുന്നതിന് വേണ്ടി ആളുകൾ ഓടി ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നൊരു സാഹചര്യമുള്ളത്.
അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ വീടിനടുത്ത് നമുക്ക് ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞത് ഈ പ്രദേശവാസികൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാം സ്ഥാപനം ഇവിടെ തുടങ്ങാൻ താല്പര്യമെടുത്ത കുട്ടനെ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ അതിൽ തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നമുക്ക് ഈ ഒരു സ്ഥാപനം കൊണ്ട് നടക്കുന്നതിന് അതിൻ്റെ മിഷനറിയും സാധനങ്ങളും ഒക്കെ നല്ല കാശ് മുടക്കുണ്ട്. അപ്പോൾ ആ കാശ് മുടക്കിനനുസരിച്ച് നമ്മുടെ ആളുകൾ ഇവിടെ വന്ന് പരിശോധന ഒക്കെ നടത്തിയാൽ മാത്രമേ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഭാര്യ ചെയ്യുന്ന ആളായതുകൊണ്ട് ആ രീതിയിലുള്ള പിന്നെ പ്രശ്നമില്ല നമുക്ക് കണക്കാക്കാം. എങ്കിൽ പോലും നമുക്കറിയാം ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് തൊണ്ടിയിൽ തന്നെയാണെങ്കിലും ഇതേപോലെ ലാഭമുണ്ട്. പക്ഷേ അവിടെ വേണ്ടത്ര ആളുകൾ അവിടെ സഹകരിക്കുന്നത്. കാരണം നമ്മളെല്ലാം വണ്ടിയെടുത്ത് വലിയ വലിയ ആശുപത്രിയിലെ ലാഭപരിശോധനയ്ക്കാണ് പോവുക. പ്രദേശത്തുള്ള ആളുകളെ കുറച്ചുകൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെയാണെങ്കിൽ തന്നെ ഇവിടെ സമീപിക്കണം. ആ രീതിയിൽ ഈ പ്രദേശത്തിൻ്റെ ആകമാനം തന്നെ ഉയർച്ചയ്ക്ക് ഈ സ്ഥാപനം കാരണമാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഇതിന് ഉദ്ഘാടനം ഔദ്യോഗികമായി അവിടെ നിർവഹിച്ചെങ്കിലും ഉദ്ഘാടനം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ജോലി ചാക്രിയ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ പ്രിയങ്കരനായ രാജു ജോസഫ്, ഏറെ ബഹുമാനായ നമ്മുടെ എല്ലാം അധ്യാപകൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ജോർജ് മാത്യു സാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം മുസ്തഫ, ഏറെ പ്രിയങ്കരനായ അലീക്ക ഉൾപ്പെടെയുള്ള ഏറെ ബഹുമാന്യരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായ സിജോ, അതോടൊപ്പം തന്നെ ലാബ് ടെക്നീഷ്യൻ കൂടിയായിട്ടുള്ള സിജോയുടെ ഭാര്യ ജാസ്മിൻ, ഏറെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഗ്രേസി ചേച്ചി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷം നിറഞ്ഞൊരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, ആൻ ബയോ ലാബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ന് പേരാവൂർ പഞ്ചായത്തിൻ്റെ ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായ കാഞ്ഞിരപ്പുഴയുടെ ഹൃദയഭാഗത്ത് തന്നെ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്ന അവിടുത്തെ പാർക്കിംഗ് സൗകര്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നല്ല പാർക്കിംഗ് സൗകര്യത്തോടു കൂടി നല്ല ഹൈവേയുടെ ഓരത്ത് തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആൻ ബയോ ലാബ്. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആബാലവൃദ്ധം ജനങ്ങൾക്കും പ്രായവ്യത്യാസമില്ലാതെ ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും അടുത്ത് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം വരിക എന്നുള്ളത് പ്രദേശത്തുകാരുടെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതിനുതകുന്ന രീതിയിൽ തന്നെയുള്ള നല്ല രീതിയിലുള്ള മിഷനറീസ് സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ആ ബയോലാബ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ജാസ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ലാബ് ടെക്നീഷ്യൻ തന്നെയാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള ആള്. ഇതിനു മുൻപ് പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്തുള്ള ഒരു ലബോറട്ടറിയിൽ ജാസ്മിൻ അവിടെ പ്രവർത്തിച്ചിരുന്നതാണ്. ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു കുട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തുകാർക്കൊക്കെ ഈ ഒരു ഭാഗത്ത് വന്ന് ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ഏത് ആവശ്യമുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് നമുക്ക് യാതൊരു മടിയും കൂടാതെ ചെയ്യാവുന്നതാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തായാലും ഓരോ സ്ഥാപനവും തുറക്കുന്നത് അതിൻ്റെ ആ ഒരു പ്രദേശത്തിൻ്റെ വികസനം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ആ രീതിയിൽ ഈ സ്ഥാപനം പേരാവൂരിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നല്ല രീതിയിൽ തുടക്കം കുറിച്ചിട്ടുള്ള ഈ ഒരു സ്ഥാപനം അതിൻ്റെ വിജയപ്രദത്തിലേക്ക് എത്തട്ടെ എന്ന് എല്ലാ അർത്ഥത്തിലും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടാകണം, നല്ല പരസ്യമുണ്ടാകണം. എന്നെങ്കിൽ മാത്രമേ ഈ ഹൈവേയുടെ ഓരത്തായതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പരസ്യ ബോർഡുകളൊക്കെ ഇതിനുണ്ടാകണം. നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ജാസ്മിന് സാധിക്കട്ടെ. ഇത് വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്തതാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഉദ്ഘാടക എൻ്റെ പ്രിയപ്പെട്ട ജൂബിലി ചാക്കോ, ഈ ബയോലാബിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ വാർഡ് മെമ്പർ രാജു, മുൻ പ്രാസംഗികരോട് പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തിൻ്റെ ഒരു അവസരമാണിത്.
കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷം തോറും വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്നത്തെ ഈ ഉദ്ഘാടനം. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബയോലാബ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ബയോലാബ് ഉണ്ടായാൽ മാത്രം പോരാ, അതിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫ്, അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനം ഏറ്റവും കൃത്യമായിരിക്കണം. അതുപോലെ അവിടെ നിന്ന് കൊടുക്കുന്ന ഡീറ്റെയിൽസ്, വിശദാംശങ്ങൾ, അതിന് ആക്യുറസി വേണം, ആക്യുറേറ്റ് ആയിരിക്കണം, ആക്യുറസി വേണം. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഞാൻ ഓർക്കുന്നുണ്ട്, ഇരുട്ടിയിലൊരു ബയോഡോം ഉണ്ടായിരുന്നു. അപ്പം അവിടെ പലരും അവിടെ പോകുമായിരുന്നു, പലതിനെയും വിട്ടിട്ട് ഇരുട്ടിയിൽ പോകുമായിരുന്നു. അപ്പം അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആക്യുറസിയാണ്, ക്ലിയർനെസ്. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനം, അത് ജാസ്മിന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതാണേലും ഇവിടെ ജൂബിലി പറഞ്ഞതുപോലെ കാഞ്ഞിരപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ പാതയിൽ ഞാനിപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് വരുമ്പോൾ കാഞ്ഞിരപ്പുഴ ഇപ്പോൾ എന്തോത്ര മാറ്റം വന്നിരിക്കുന്നത് എനിക്ക് തോന്നുക. അത്ഭുതകരമായ മാറ്റം. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞിട്ട് അതുപോലെ ജനങ്ങൾക്ക് ഇത് സേവനം കൊടുക്കത്തക്ക രീതിയിൽ വളരെ മാതൃകാപരമായ ഒരു സ്ഥാപനമായിട്ട് ഈ ആൻഡ് ബയോലാബ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൽ പ്രവർത്തിക്കുന്നവർക്കും ബാക്കി ജനങ്ങൾക്കും എല്ലാം ആശംസ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നന്ദി. ജൂബിലി മാഷ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഭക്ഷണം കഴിച്ചാലില്ലേ ഒന്ന് ചുറ്റിപ്പിടിച്ചു. അത് കെട്ടൊന്നും വേണ്ടേ? ഇത് കാണുമ്പോൾ കെട്ടാണ്ടൊക്കെയാണ് എടുക്കുന്നത്. വേണോന്ന് ചോദിച്ചതാ. അല്ല, മെയിനുണ്ടെ കെട്ടണ്ട ആവശ്യമില്ല. ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു പോസ്റ്റിന് ഇരിക്കട്ടെ. എടാ ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് ഓണാക്കി. അതെന്നെ 65 വീഡിയോ ആണോ? എന്നാ സ്റ്റോപ്പ് ചെയ്തു. അല്ല, മെമ്പർക്ക് ഷോറുണ്ട്. എനിക്ക് ഷോറുണ്ട്. ഞാനിപ്പോ കുറേയായി പരിശോധിച്ചിട്ട്. അപ്പൊ ഇനിയിപ്പോ കുറഞ്ഞോ കൂടിയോ നമുക്ക് നോക്കാം. ഇല്ല കഴിക്കില്ല. പേടിയൊക്കെ ഉണ്ടല്ലോ. എനിക്കാ വേദനയുണ്ട്. ശരിക്കും പരിശോധിച്ച് നിന്റെ ആളുകളോട് മരുന്നൊക്കെ തന്നെ ധരിക്കണം. അതുപോലെ നമ്മൾ കൊടുക്കുന്നതിന്റെ ആക്യുറസി ഏറ്റവും പ്രധാനപ്പെട്ട. ഇതെല്ലാം പഠിച്ചല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. നമ്മുടെ മതിൽ കെട്ടി അതിൻ്റെ അകത്തായിരുന്നു അല്ലേ ലാബ് ഉണ്ടായിരുന്നേ? അപ്പോൾ ആ മതിൽ കെട്ടിയേക്കുന്നതിൻ്റെ ജോർജ് മരിച്ചു 85 ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ജാസ്മിൻ്റെ മുഖം കാണുന്നില്ല. ഓക്കെ ഓക്കെ. ഇങ്ങോട്ട് മാറുന്നുണ്ട് ജാസ്മിൻ്റെ മുഖം. അടുത്തയാള് ജോസേട്ടാ വാ. ജോസേട്ടാ വാ.
വൈറ്റമിൻ അത് നമ്മളിവിടെ ഇല്ല പുറത്തേക്ക് ഞാൻ ഇറങ്ങുന്ന സമയത്ത് 900 ഉണ്ട്. വൈറ്റമിൻ ഡി ആ ഇന്നത്തേക്കുള്ള നീ നാളെ എടുത്താ പോരെ ഒരു തിരക്കില്ല ചേട്ടാ. നീ നാളെ നീ വന്ന് നന്നായി വൈറ്റമിൻ കുറവുണ്ടാവും.